ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി മുട്ടയും ബ്രെഡും കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മൾ നോമ്പ് ലാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ മടിയായിട്ട് നിൽക്കുന്ന ടൈം എല്ലാവരും ഈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനാണ് ശ്രമിക്കുക. അതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. അതിനുവേണ്ടി ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിലാവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് വരണം. ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/4 ടീസ്പൂൺ ചില്ലി പേസ്റ്റും 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാലയും മല്ലിച്ചപ്പും ചെറുതായി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അടുത്തത് ആവശ്യമായ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് എടുത്തതിന് ശേഷം റൗണ്ട് കട്ടറോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു മൂടിയോ വെച്ചിട്ട് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ബ്രെഡെല്ലാം. എല്ലാ ബ്രെഡും ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയാണ് ആവശ്യമുള്ളത്. മുട്ട പകുതിയായിട്ട് കട്ട് ചെയ്തത് മൈദ പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. മൈദ ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് പേസ്റ്റ് ആക്കി വെച്ചതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. സവാളയുടെ ഫില്ലിങ് സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഹാഫായിട്ട് കട്ട് ചെയ്ത് വെച്ച മുട്ട വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മളെ പേസ്റ്റ് മൈദയുടെ പേസ്റ്റ് റൗണ്ടിൽ സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. റൗണ്ടിൽ ഫുള്ളായിട്ട് നമ്മുടെ പേസ്റ്റ് ആക്കിയതിന് ശേഷം വേറൊരു ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൈദ തേച്ചത് കൊണ്ട് നന്നായിട്ട് ഒട്ടിക്കിട്ടും. ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം റൗണ്ടിൽ. ഇതാ നന്നായിട്ട് നമ്മുടെ ബ്രെഡ് രണ്ടും ഒന്ന് സീലായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഒരു റൗണ്ട് ഷേപ്പ് ബ്രെഡ് എടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു മുട്ടയുടെ ഹാഫ് വെച്ച് കൊടുത്തതിന് ശേഷം സൈഡിലൊക്കെ മൈദയുടെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേലിലായിട്ട് ഇതുപോലെ വേറൊരു ബ്രെഡ് വെച്ചിട്ട് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ എല്ലാ ബ്രെഡും ചെയ്തെടുക്കേണ്ടത്. അടുത്തത് ഇതിനൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടി ഒരു മുട്ടയുടെ പേസ്റ്റ് റെഡിയാക്കണം. അതിനു വേണ്ടി ഒരു മുട്ട, 3 ടേബിൾ സ്പൂൺ പാൽ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ബ്ലാക്ക് പെപ്പറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാൻ. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയ മുട്ടയുടെ മിക്സിലേക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് മുക്കിയതിന് ശേഷം പാനിലിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡൊക്കെ ചെയ്തെടുക്കാം മുട്ടയിൽ മുക്കിയിട്ട്.
2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും അങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പപ്സൊക്കെ ഇഷ്ടമാവുന്നവർക്ക് അതിൻ്റെ ഒരു വേറൊരു ഫ്ലേവറിൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കഴിക്കാൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തിട്ട് മാറ്റാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ റംസാൻ കഴിയാൻ 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും.